അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം വുളുവിൻ്റെ സുന്നത്തുകളിൽ നിന്ന് വായിലും മൂക്കിലും നിർദ്ദേശിക്കപ്പെടുന്ന ചില സുന്നത്തുകളെക്കുറിച്ചാണ്. മാ യുത്ലബു ഫിൽ ഫമി വൽ അംഫി. അതിൽ നിന്ന് പ്രധാനപ്പെട്ടതാണ് മിസ്വാക്ക് ചെയ്യുക എന്നത്. ഈ മിസ്വാക്കിൻ്റെ ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. ഇത് സംബന്ധമായി 4 ഹദീസുകൾ ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തെ ഹദീസ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി വമർളാത്തുൽ ലിറബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി, മിസ്വാക്ക് ചെയ്യൽ വായയെ ശുദ്ധിയാക്കുന്നതും അതോടൊപ്പം വമർളാത്തുൽ ലിറബ്ബി, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യവുമാണ് എന്ന്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം നസായി, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ നശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി വുളൂഇൻ. ലൗലാ നശുക്ക അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ മേൽ ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്കി, മിസ്വാക്ക് കൊണ്ട് നിർബന്ധമായി അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, ഇൻദ കുല്ലി വുളൂഇൻ, എല്ലാ വുളൂഇൻ്റെയും സമയത്ത്. ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം ബൈഹഖി, ഇമാം ഹാക്കിം, ഇമാം ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ നശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക് ഇൻദ കുല്ലി സ്വലാത്തിൻ. ലൗലാ അശുക്ക അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ മേൽ ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്കി, മിസ്വാക്ക് ചെയ്യണമെന്ന് നിർബന്ധമായി അവരോട് കൽപ്പിക്കുമായിരുന്നു, ഇൻദ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിൻ്റെയും സമയത്ത്. ഈ ഹദീസെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാലാമത്തെ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റകഅതാനി ബിസിവാക്കിൻ അഫ്ദലു മിൻ 70 റകഅത്തൻ ബിലാ സിവാക്കിൻ. റകഅത്താനി ബിസിവാക്കിൻ, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റകഅത്ത്, അഫ്ദൽ, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, മിൻ 70 റകഅത്തൻ, 70 റകഅത്തിനേക്കാൾ ബിലാ സിവാക്കിൻ, മിസ്വാക്ക് ചെയ്യാതെയുള്ള. ചുരുക്കത്തിൽ മിസ്വാക്ക് ചെയ്യുക എന്നത് ശക്തമായ സുന്നത്താണ്. അത് എപ്പോഴും സുന്നത്താണ്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഉച്ചൻ്റെ ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തില്ല, മറിച്ച് കറാഹത്താണ്. എന്നാൽ ഉറക്കം പോലോത്തത് കൊണ്ട് അവൻ്റെ വായ പകർച്ചയായിട്ടുണ്ടെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ അപ്പോഴും കറാഹത്തില്ല, സുന്നത്ത് തന്നെയാണ്. എന്നാൽ മിസ്വാക്ക് ചെയ്യുമ്പോൾ തൻ്റെ സ്വന്തം മിസ്വാക്ക് കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നത് അയാളുടെ തൃപ്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഹറാമാണ്. ഇനി തൃപ്തി അറിഞ്ഞാൽ അത് ഖിലാഫുൽ ഔലയാണ്. എന്നാൽ തബറുക്കിന് വേണ്ടിയാണെങ്കിൽ ഖിലാഫുൽ ഔലയില്ല. അതുപോലെ മറ്റൊരു കാര്യം, അവൻ്റെ വായിൽ നജസ് അല്ലെങ്കിൽ ദുർഗന്ധ വാസനയോ ഉണ്ടെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ അപ്പോൾ സുന്നത്തല്ല, മറിച്ച് നിർബന്ധമാണ്. കാരണം ഈ നജസ് നീങ്ങാനും ഈ ദുർഗന്ധത്തെ അകറ്റാനും ഈ മിസ്വാക്ക് ചെയ്യൽ ആവശ്യമായതുകൊണ്ട്. ഇനി അർത്ഥം ശ്രദ്ധിക്കുക. മായുത്തലബു ഫിൽ ഫമി വൽ അംഫി, വായിലും മൂക്കിലും നിർദ്ദേശിക്കപ്പെടുന്ന ചില സുന്നത്തുകൾ. നമ്പർ 7 അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യൽ മത്ഹറത്തുൽ ലിൽ ഫമി, വായയെ വൃത്തിയാക്കുന്നതും മർളാത്തുൽ ലിറബ്ബി, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. അതുപോലെ മറ്റൊരു ഹദീസ്, ലൗലാ നശുക്ക അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അമർത്തുഹും, അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, ബിസിവാക്ക്, മിസ്വാക്ക് കൊണ്ട്.
ഇന്ദ കുല്ലി വുളൂഇൻ, എല്ലാ വുളൂഇൻ്റെയും സമയത്ത്. കൽപ്പിക്കുക, എല്ലാ അമർത്തും കൽപ്പിക്കുമായിരുന്നു എന്നാണ്, നിർബന്ധ കൽപ്പന കൽപ്പിക്കുമായിരുന്നു എന്നാണ്. വലൗല നഷുക്ക, ഇനി മറ്റേ മൂന്നാമത്തെ ഹദീസ്, വലൗല നഷുക്കല ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അമർത്തും, അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, നിർബന്ധ കൽപ്പന കൽപ്പിക്കുമായിരുന്നു, ബിസിവാക്കി, മിസ്വാക്ക് ചെയ്യൽ കൊണ്ട്, ഇന്ദ കുല്ലി സ്വലാത്തിൻ്റെ, എല്ലാ സംസ്കാരത്തിൻ്റെയും സമയത്ത്. ഇനി വറക്കായത്താനി 2 റക്കായത്ത്, ഇനി നാലാമത്തെ ഹദീസ്, വറക്കായത്താനി 2 റക്കായത്ത് ബിസിവാക്കിൻ, മിസ്വാക്കോട് കൂടി 2 റക്കായത്ത് അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായതാണ്, മിൻ 70 റക്കായത്തിൻ, 70 റക്കായത്തിനേക്കാൾ, ബിലാ സിവാക്കിൻ, മിസ്വാക്ക് കൂടാതെയുള്ള. അപ്പോൾ ഫസിവാക്ക്, മിസ്വാക്ക് ചെയ്യൽ, മുസ്തഹബുൻ, അത് സുന്നത്താണ്, ഫി ജമീഉൽ ഔഖാത്ത്, എല്ലാ സമയങ്ങളിലും, ഇല്ല അലിസായിമി, നോമ്പുകാരൻ ഒഴികെ, ബഅദ സവാലി, ഉച്ചൻ്റെ ശേഷം, ഫയുക്രഹു, അപ്പോൾ ഉച്ചൻ്റെ ശേഷം മിസ്വാക്ക് കറാഹത്താക്കപ്പെടുന്നതാണ്, ഇല്ലം യതഗയ്യർ ഫമുഹു, അവൻ്റെ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ, ബിനഹ്വി നൗമിൻ, ഉറക്കം പോലത്തത് കൊണ്ട്. വയില്ല ബിസിവാക്കി വൈരി, മിസ്വാക്ക് സുന്നത്താണ്, മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് അല്ലാതെ. അപ്പോൾ മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് ഹറാമാണ്, ഫയഹുറുമു, മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ ഹറാമാണ്, ഇല്ലം യഅലം ബിറിളാഹു, അവൻ്റെ തൃപ്തിയെ അവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ. ഇനി ഫൈൻ അലിമ, ഇനി തൃപ്തി അറിഞ്ഞാൽ ഫഖിലാഫുൽ ഔല, അത് ഖിലാഫുൽ ഔലയാണ്, ഇല്ലാലി തബറുക്കിന് വേണ്ടി ഒഴികെ. അതുപോലെ വയില്ല ഇതാക്കാന ഫീഹി, അവൻ്റെ വായിൽ ഉണ്ടായാൽ ഒഴികെയും, നജസ് ഉണ്ടായാൽ ഒഴികെയും, ഔരീഹുൻ കരീഹുൻ മൂദിൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുന്ന ദുർഗന്ധവാസന ഉണ്ടായാൽ ഒഴികെയും. അങ്ങനെ ഉണ്ടായാൽ ഫയജിബു, മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഹൈസു തവക്കഫ അലൈഹി ഇസാലത്തുഹു, ഹൈസു തവക്കഫ അലൈഹി, ആ മിസ്വാക്ക് ചെയ്യലിനെ ആശ്രയിക്കുന്നത് കൊണ്ട്, ഇസാലത്തുഹു, ഈ നജസ്സും നീങ്ങലും അല്ലെങ്കിൽ ഈ വാസന നീങ്ങലുമൊക്കെ അതിനാശ്രയിക്കുന്നത് കൊണ്ട് ആ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്, അമ്മാ ബഅദ്. ഫിഖ്ഹ് ക്ലാസ് തുടരുന്നു. ഇന്നലെ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ ഉൾപ്പെടെ ചുരുക്കം ചില കാര്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടത്. മിസ്വാക്ക് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യമായി പരാമർശിക്കാനുള്ളത്. അതായത് സ്വന്തം വിരൽ കൊണ്ട് ഒരാൾ മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ മിസ്വാക്കിൻ്റെ കൂലി ലഭിക്കുകയില്ല. മിസ്വാക്കിൻ്റെ കൂലി ലഭിക്കണം എങ്കിൽ സ്വന്തം വിരൽ അല്ലാത്ത ഉരമുള്ള ശുദ്ധിയുള്ള ഏതെങ്കിലും വസ്തു കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ മാത്രമേ സുന്നത്ത് ലഭിക്കുകയുള്ളൂ. എന്നാൽ മിസ്വാക്ക് ചെയ്യുന്നത് മരത്തിൻ്റെ കമ്പ് കൊണ്ടായിരിക്കലാണ് നല്ലത്. സുഗന്ധവാസനയുള്ള മരത്തിൻ്റെ കമ്പായിരിക്കുന്നതാണ് നല്ലത്. ഈ സുഗന്ധവാസനയുള്ള മരങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല മരം അറാഖ് മരമാണ്. അതുകൊണ്ട് തന്നെ അറാഖിൻ്റെ കമ്പ് ഉപയോഗിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി ഇത്തരം മരത്തിൻ്റെ കമ്പുകൾ കൊണ്ട് മിസ്വാക്ക് ചെയ്യുമ്പോൾ അവ വെള്ളം കൊണ്ട് നനക്കപ്പെട്ടതായിരിക്കൽ സുന്നത്താണ്. ഇനി വെള്ളം കൊണ്ട് നനക്കപ്പെട്ടതും ഉണങ്ങിയതുമായ കമ്പ് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നനക്കപ്പെടാത്ത ഉണങ്ങിയ കമ്പ് പച്ചക്കമ്പിനേക്കാൾ നല്ലതാണ്. ഇനി മിസ്വാക്ക് ചെയ്യുന്ന രൂപം നമുക്ക് പഠിക്കാം. പല്ലുകളിൽ അവയുടെ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. വായയുടെ വലതുഭാഗം ആദ്യവും ഇടതുഭാഗം രണ്ടാമതുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അതായത് വലതുഭാഗത്തുള്ള മേലെ വരിയിലെ പല്ലുകളാണ് ആദ്യം മിസ്വാക്ക് ചെയ്യേണ്ടത്. അവയുടെ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേ സൈഡിലുള്ള താഴെ വരിയിലുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. പിന്നീട് ഇടതുഭാഗത്ത് മേലെ പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. ശേഷം അതേ സൈഡിലെ താഴെ വരിയിലെ പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. അതിന് ശേഷം മിസ്വാക്കിനെ ലഘുവായി അണ്ണാക്കിന്മേൽ നടത്തുക. ഇതാണ് മിസ്വാക്കിൻ്റെ രൂപം.
വലത് കൈ കൊണ്ടാണ് മിസ്വാക്ക് പിടിക്കേണ്ടത്. മിസ്വാക്ക് പിടിക്കുമ്പോൾ ചെറുവിരലും തള്ളവിരലും മിസ്വാക്കിൻ്റെ അടിഭാഗത്തും മറ്റ് 3 വിരലുകളും മിസ്വാക്കിൻ്റെ മേൽഭാഗത്തുമാക്കിയാണ് പിടിക്കേണ്ടത്. ഇതാണ് മിസ്വാക്ക് പിടിക്കേണ്ട സുന്നത്തായ രൂപം. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പും ശേഷവും മിസ്വാക്കിനെ കഴുകൽ സുന്നത്താണ്. അതുപോലെ മിസ്വാക്കിൻ്റെ നീളം ഒരു ചാണിനേക്കാൾ കൂടാതിരിക്കലും സുന്നത്താണ്.